പാഠം 978. കാശില്ലാതെ ജീവിക്കുന്നവർ. ട്രഷറികളിലും ബാങ്കുകളിലും പണമില്ലാത്തതിനെ തുടർന്ന് അവതാളത്തിലായ ശമ്പള വിതരണം ഇതുവരെ ശരിയായിട്ടില്ല. ദിവസങ്ങൾ കഴിയും തോറും ബാങ്കുകളിലെയും ട്രഷറികളിലെയും ക്യൂവിന്റെ നീളം കൂടിക്കൂടി വരികയാണെന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കും. മുഴുവൻ ശമ്പളവും വിതരണം ചെയ്യാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് സൂചന. മോനേട്ടാ, രാവിലെ ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരുന്നാ മതിയോ? ട്രഷറി പോണ്ടേ? ട്രഷറിയിലോ? ആ, സാധാരണ മോഹനേട്ടൻ പോകാറുള്ളത് വില്ലേജ് ഓഫീസിലേക്കാണ്. പക്ഷേ ഇനിയിപ്പോ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇന്ന് തീയതി 5. ഇതുവരെയും ശമ്പളം കിട്ടിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോ പാലുകൊണ്ടിരുന്ന് ദേവകി ചേച്ചി വരും. ഇന്നലെ ചോദിച്ചു പൈസ ഇല്ലേന്ന്. ശമ്പളം കിട്ടിയില്ല എന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞതാ മോനേട്ടാ. അപ്പൊ ദേവകി ചേച്ചി പറയാ ആർക്കും ഒരാഴ്ച കൂടുതൽ കടം കൊടുക്കാറില്ല എന്ന്. പിന്നെ ഇവിടുത്തെ ആള് സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ എന്ന് കരുതിയാണ് 1 മാസത്തേക്ക് കടം തരുന്നതെന്ന്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ശമ്പളം കിട്ടിയിട്ടില്ല. കയ്യിലുള്ള പൈസയാണെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ലേ? എന്റെ കയ്യിൽ എവിടുന്നാ? ഒന്നാമത് കക്ഷികളാര് ഫീസ് തരുന്നില്ല. ആരോട് ചോദിച്ചാലും പറയാൻ ഒരു ന്യായം ഉണ്ടല്ലോ. ബാങ്കിന് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എടുത്ത് തന്നേനേന്ന്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഗോപാലകൃഷ്ണ സാറിനോട് നിർബന്ധിച്ച് 2000 രൂപ വാങ്ങി. കേസിന്റെ അത്യാവശ്യ ചെലവുകളും കഴിച്ച് ബാക്കി വന്ന രൂപ കൊണ്ട് 2 പ്രാവശ്യം പച്ചക്കറിയും വാങ്ങി. ബാക്കി പൈസക്ക് സ്കൂട്ടറിലെ പെട്രോൾ ഒഴിച്ചു. ഇനി ആകെ 19 രൂപ ഉണ്ടാവും. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ ഈ സ്കൂട്ടർ എന്ന് പറയുന്നത് ധൂർത്താണെന്ന്. അന്ന് നീ അത് കേട്ടില്ല. ഇപ്പൊ ഉണ്ടായത് കണ്ടല്ലോ. കയ്യിലുണ്ടായിരുന്ന പൈസക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നു. അയ്യോടാ, ഞാൻ 750 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ചായിരിക്കും ഇവിടെ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. നാഴിക്ക് 40 തൊട്ട് മോഹനേട്ടൻ പറയാറുണ്ടല്ലോ, ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? മുന്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഒരു ചായ കുടിക്കാനുള്ള കാശ് പോലും ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നേക്കും, സർക്കാർ ഉദ്യോഗസ്ഥൻ. ശമ്പളം കിട്ടുമല്ലോ, അതിന്റെ അഹങ്കാരം തീർത്തേ. അഹങ്കാരി സാറേ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ സാറേ. നേരാണോ സാറേ? ആണെങ്കിൽ വെറുതെ ചോദിച്ചതാ. ഇനിയുള്ള കാലം കൂലിപ്പണിക്ക് പോകുന്ന സാറേ നല്ലത്. വൈകുന്നേരം ആകുമ്പോ കയ്യിൽ പൈസയെങ്കിലും കിട്ടും. മട്ടൻ രീതിയൊക്കെ കണ്ടിട്ട് ശമ്പളം കിട്ടാൻ ഒരുപാട് നാളെടുക്കുന്ന എല്ലാരും പറയുന്നേ. എനിക്ക് ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും സദാശിവൻ എന്താണ് പ്രശ്നം? ഞാൻ സദാശിവനോട് പൈസ ചോദിച്ചില്ലല്ലോ. വിശദാന്വേഷണം ചോദിക്കാൻ വന്നേക്കും. എന്റെ വർത്താനം കേട്ടാ കിട്ടിയ ശമ്പളം മുഴുവൻ ഞാൻ ധൂർത്തടിച്ച് കളഞ്ഞു തോന്നുമല്ലോ. ശമ്പളം കിട്ടാതെ എന്റെ കുറ്റാണോ? അങ്ങനെയാണെന്നല്ലോ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ മോഹനേട്ടന്റെ സമയത്ത് ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനോ എന്റെ സ്കൂട്ടർ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ മോഹനേട്ടൻ ശമ്പളം കിട്ടാതിരുന്നത്? ഭാമേ, ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞ 1 മാസമായി മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുന്നു. അവരിൽപ്പെട്ട നമ്മളെയും ഈ പ്രശ്നം ബാധിക്കും. അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല മോഹനേട്ടാ, ഈ സർക്കാർ ഉദ്യോഗം ഇല്ലാത്തവരെ മോഹനേട്ടൻ എന്തുമാത്രം പുച്ഛമായിരുന്നു. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ആനയാണ്, ചേനയാണ്, തേങ്ങയാണ് എന്നൊക്കെയല്ലേ മോഹനേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോഴോ കൊലകൊമ്പന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അന്നത്തെ ചെലവിനുള്ള കാശിന് വേണ്ടി ട്രഷറിയിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയിലായി. ഇപ്പൊ മോഹനേട്ടന് തോന്നുന്നില്ലേ എന്റെ വക്കീൽ പണിയാണ് കൂടുതൽ നല്ലതെന്ന്? എനിക്കൊരിക്കലും തോന്നില്ല. ഇത് വാശി, തോറ്റു തരാതിരിക്കാനുള്ള വാശി. പക്ഷേ ഗോപാലകൃഷ്ണ സാർ തന്ന അഡ്വാൻസ് ഉള്ളത് കൊണ്ടാണ് 3-4 ദിവസം പച്ചക്കറി വാങ്ങിയത് എന്നുള്ളത് കാര്യം മറക്കാതിരുന്നാ മതി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതാണെങ്കിലോ എന്റെ വീട്ടിലുണ്ടല്ലോ ഞാനും. പിന്നെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ കളിയാക്കിയതല്ലോ, കാര്യം പറഞ്ഞല്ലേ. ദേവകി ചേച്ചി പാലിന്റെ കാശ് ചോദിച്ച പോലെ ഇനിയും പലരും ഇങ്ങോട്ട് വരും. പത്രവിടുന്ന വിജയൻ, പലചരക്കടയിലെ മാധവൻകുട്ടി,
ആ പൈസയൊക്കെ 2-ാം തീയതിയോ 3-ാം തീയതിയോ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതറിയാലോ. അതിനേക്കാട്ടിലൊക്കെ പ്രധാനമാണ് ഉൽപ്രാഷൻ ചേട്ടന്റെ പ്രശ്നം. ഇന്ന് 5-ാം തീയതിയാണ്. രാവിലെ 10 മണിക്ക് മുന്നേ ആളിങ്ങെത്തും. വീട്ടുവാടക 4000. അപ്പൊ ഇങ്ങനെ എണ്ണി എണ്ണി കൊടുക്കേണ്ടി വരും. നാളെയോ മറ്റന്നാളോ ഇതാ ഗ്യാസ് കുറ്റി മാറ്റണം. ഫോൺ ബില്ല്, കറണ്ട് ചാർജ്, ഇത് രണ്ടും അടയ്ക്കണം. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? മോനേട്ടാ, ഞാൻ നോക്കിട്ടൊരു വഴിയുണ്ട്. മോഹനേട്ട ഒന്ന് മനസ്സ് വെച്ച കാര്യം നടക്കും. എന്ത്? കൈക്കൂലി വാങ്ങാം. വില്ലേജ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾ നടത്താൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് 200-300 വെച്ച് വാങ്ങിയാ മതി. ഈ കൈക്കൂലി ആര് ചെക്ക് തരൂല്ലോ. എങ്ങനെയല്ലേ ബുദ്ധി? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷെ തൽക്കാലം ഞാനത് പറയുന്നില്ലതേ ഉള്ളൂ. കാരണം ഞാൻ ഒരു മാന്യനും സത്യസന്ധനുമായ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ശമ്പളമില്ലാത്തവരും. ഭാമേ, ഇപ്പോഴത്തെ ഈ അവസ്ഥ ഡിസംബർ 30 ആവുമ്പോൾ മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിന്നോട് പറയാനുള്ളത് അന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഈശ്വര, എന്ത് ചെയ്യുന്നുണ്ടോ? ഈശ്വര, മാധവൻകുട്ടി പൈസ ചോദിക്കാൻ വന്നതാവും. ഭാമേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? പലചരക്കടയിലെ മാധവൻകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അനുബന്ധ? ഇന്ന് 5-ാം തീയതി അല്ലേ? സാധാരണ എല്ലാ മാസവും 2-ാം തീയതിയോ 3-ാം തീയതിയോ കടയിലെ കണക്ക് തീർക്കുന്നതാണല്ലോ. മാധവൻകുട്ടി പൈസ വാങ്ങാൻ വരുന്നതാണ്. ആകെ നാണക്കടാവും. പൈസ ഇല്ലാന്ന് പോയി പറഞ്ഞു മോനട്ടാ. മാധവൻകുട്ടി പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെന്ന് മാധവൻകുട്ടി എന്താ അറിയാതിരിക്കോ? എനിക്ക് ശമ്പളം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മാധവൻകുട്ടി അറിയേണ്ട കാര്യമില്ലല്ലോ. പൈസ കൊടുക്കേണ്ട സമയം ഇല്ലെങ്കിൽ മാധവൻകുട്ടിയെ ചോദിച്ചു വരും. ഞാനിവിടെ ഇല്ല എന്ന് മാധവൻകുട്ടിയോട് പോയി പറയാം. അതുകൊണ്ട് എന്താ പ്രയോജനം? മോഹനേട്ടൻ ആഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാധവൻകുട്ടിയുടെ കട മുന്നിൽ കൂടി അല്ലേ പോകേണ്ടത്? ഓടിച്ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ള കാര്യം അങ്ങ് പോയി പറ, അത്രല്ലേ ഉള്ളൂ. അത് ശരിയാവില്ല. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് പലചരക്കടയിലെ കാശ് കൊടുക്കാൻ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ. തൽക്കാലം നീ പോയി, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാം. ആഫീസ് പോകുമ്പോ LP സ്കൂളിൽ അതൊരു കറങ്ങി അങ്ങ് പോവാ. അവന് മാധവൻകുട്ടിനെ കാണാനില്ല. അങ്ങനെ എത്ര ദിവസം പോകും മോനട്ടാ? നീ എന്താ കരുതിയിരിക്കുന്നത്? ഇനി ഒരിക്കലും ശമ്പളം കിട്ടില്ലെന്നാണോ? ഇന്നോ നാളെയോ മറ്റന്നാളോ ശമ്പളം കിട്ടും. അവയാൻ കൊടുത്തു തീർക്കും. സംസാരിച്ച സമയങ്ങളിൽ ഞാൻ മാധവൻകുട്ടിക്ക് സംശയം തോന്നും. മോഹനേട്ടൻ എവിടെ പോയി ഞാൻ പറയില്ല. എവിടെ പോയി പറയാനുള്ള സ്ഥലമില്ലാതെ ഇതൊന്നും വല്ലാത്ത കഷ്ടം തന്നെയാണ് മോനട്ടാ. വലിയ കൊമ്പത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഇടുന്ന കാര്യം. ആളുകൾ വീട്ടിൽ വന്ന് കാശ് ചോദിക്കുമ്പോ കള്ളം പറഞ്ഞ് ഭർത്താവിനെ ഒളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥയായി. നമസ്കാരം വക്കീലെ. നമസ്കാരം. മാധവൻകുട്ടി എന്താ രാവിലെ? ഞാൻ മോഹനേഷ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല, മോഹനേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? മോഹനേട്ടൻ രാവിലെ പോയതാ. ആഫീസിലേക്കാ? അല്ല, ട്രഷറിയിലേക്ക്. 5-ാം തീയതി ആയിട്ടും ശമ്പളം കിട്ടിയില്ലല്ലോ. ട്രഷറിയിലാണെങ്കിൽ 100 കണക്കിന് പേരല്ലേ പൈസക്ക് വരുന്നത്. രാവിലെ തന്നെ ചെന്നാലേ മുന്നിൽ തന്നെ ക്യൂ നിൽക്കാൻ പറ്റുള്ളൂ. പുറകിലെങ്ങാനും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നും പൈസ കിട്ടില്ല. 10-9 പേർക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും പൈസ മുഴുവൻ തീർന്നു പോവല്ലോ. അപ്പൊ ഇന്ന് ശമ്പളം കിട്ടുമായിരിക്കും അല്ലേ വക്കീലെ? ഇന്ന് കിട്ടുമായിരിക്കും. അല്ല, ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും. ശരി, സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്നിരുന്നു പറയണം. ഓ, ഇത് കഴിഞ്ഞ മാസത്തെ കണക്കാ. സാറ് വരുമ്പോ കൊടുത്താ മതി. ശരി. എന്നാ ശരി വക്കീലെ. ആയിക്കോട്ടെ. $2180. എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണോ എന്തോ. എന്തു പറയാ? തന്നിട്ട് പോയി. ഈശ്വര, 2180 രൂപ. മോഹനേട്ടാ, മാധവൻകുട്ടിയുടെ കടയിൽ നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ട് വർഷം ഇത് എത്രയായി? ഇതുവരെ ഇങ്ങനൊരു കണക്കുമായിട്ട് മാധവൻകുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യത്തെ സംഭവല്ലേ? അപ്പോ ഞാൻ സാധാരണ 2-ാം തീയതിയോ 3-ാം തീയതിയോ അങ്ങോട്ട് ചെല്ലുന്നതാണല്ലോ. ഇത്തവണ ചെന്നില്ല. അതുകൊണ്ട് മാധവൻകുട്ടി ഇങ്ങോട്ട് വന്നാവും. എനിക്ക് തോന്നുന്നു അതല്ല മോനേട്ടാ.
ഒരു ബാങ്ക് പൊളിയാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോ പൈസ എടുക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ഓടിച്ചില്ലേ? അതുപോലെ മോഹനേട്ടൻ എന്ന ബാങ്ക് പൊളിയാൻ പോവുകയാണെന്ന് നാട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടാവും. പണ്ടൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകൾക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കിട്ടുന്ന കൂട്ടരാണ് അവര് എന്ന്. എല്ലാം പോയില്ലേ. ഇനിയിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലേക്ക് പോയിട്ട് കാശ് പിരിക്കുക എന്നുള്ളതായിരിക്കും കടക്കാരുടെ മെയിൻ പരിപാടി അല്ലേ? അതായിരിക്കും. കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഹലോ, അതെ. ഉൽപ്പലാഷൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മോഹനേട്ടൻ ഇവിടെ ഇല്ല. ആരെ? അല്ല, അതിപ്പോ ഞങ്ങള് ഹലോ ഹലോ ഉൽപ്പലാഷൻ ചേട്ടനായിരുന്നു. 5-ാം തീയതി ആവാനായിട്ട് നോക്കിയിരിക്കായിരുന്നു. എന്താ പറഞ്ഞ? ഉൽപ്പലാഷൻ ചേട്ടന് വരാൻ സമയമില്ല, പ്രകാശിനെ കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ വിടുന്ന കാര്യം പാടം കൊടുക്കാൻ രൂപ 4000 വേണ്ടേ? അതിൽ നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ അറിഞ്ഞിട്ട് എന്താ മോഹനേട്ട കാര്യം? എന്തായാലും പറയുന്നതിന് മുന്നേ ഉൽപ്പലാഷൻ ചേട്ടൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. സ്വരത്തിൽ ആകപ്പാടൊരു ഗൗരവം ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടിയിട്ടില്ലെന്ന് ഉൽപ്പലാഷൻ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അവധി ചോദിക്കാതിരിക്കാനാണ് പ്രകാശിനെ പറഞ്ഞു വിട്ടേക്കുന്നത്. ഉൽപ്പലാഷൻ ചേട്ടനാവുമ്പോ നമ്മളോട് ഉടക്കി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇതുവരെ എല്ലാ മാസവും കൃത്യമായിട്ട് വാടക കൊടുത്തതല്ലേ? ഒരു പ്രാവശ്യം ഒന്ന് താമസിച്ചതിന് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പെരുമാറുന്നത്. ആളുകൾ ഇങ്ങനെയൊക്കെയാ മോഹനേട്ടാ. കാശിന്റെ കാര്യം വരുമ്പോ അവര് പഴയ കാര്യങ്ങളൊന്നും ഓർക്കില്ല. പേടിക്കണ്ട, ഉത്തമന് കാശൊന്നും കൊടുക്കാനില്ലല്ലോ. ഇല്ലേ? ഇല്ല. ചെല്ല്. നമസ്കാരമുണ്ട് സാർ. പിന്നെ സുകുമാര സാർ പറഞ്ഞിട്ട് വരികയാണ്. ആ കൃഷി ഓഫീസിന്റെ കിഴക്ക് വശത്ത് നമ്മുടെ ജോണിക്കുട്ടിയുടെ വക 12 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്തിന് സുകുമാര സാർ അഡ്വാൻസ് കൊടുത്തു. അതുകൊണ്ട് അല്ല, ആധാരം എഴുതുന്നതിന് മുമ്പ് ആ സ്ഥലം ഒന്ന് അളന്നു നോക്കണമല്ലോ. അളക്കാൻ പറ്റിയ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോ സുകുമാര സാർ തന്നെ പറയുന്നു കെ മോഹനേര സാർ അളന്നാ മതിയെന്ന്. ഈ നാട്ടിൽ സാറിനെ പോലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വേറെ ആരും ഇല്ല എന്നാണ് സുകുമാരൻ സാർ എന്റെ അടുത്ത് പറഞ്ഞത്. സുകുമാരൻ സാർ അത് വെറുതെ പറയുന്ന പറയുമ്പോ നാട്ടുകാർക്കല്ല, മോഹനേട്ടനെ വലിയ ഇഷ്ടമാണ്, ബഹുമാനമാണ്, മോഹനേട്ടനെ ആനയാണ് ചേനയാണ് എന്നെല്ലാം ചുമ്മാ പറയും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോഴല്ലേ ഇവരുടെ എല്ലാം ശരിക്കുള്ള മനസ്സിലിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് നോക്കിയില്ല പ്രശ്നം? മോഹനേട്ടൻ നാട്ടുകാർക്ക് മുഴുവൻ ഉപകാരിയല്ലേ? മോഹനേട്ടന്റെ എന്തെങ്കിലും ഒരു സഹായം കിട്ടാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും നമ്മുടെ നാട്ടിലുണ്ടോ? ഒരാളോട് മോഹനേട്ടൻ 10 പൈസ പ്രതിഫലമോ കൈക്കൂലിയോ വാങ്ങിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. പക്ഷേ മോഹനേട്ടൻ ഒരു പ്രശ്നം വന്നപ്പോ നാട്ടുകാരും അങ്ങനെയല്ല എന്ന് മാത്രം. അതെന്ത്? നോട്ടില്ലാത്തോണ്ട് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് ഉത്തമൻ അറിയാലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ട്രഷറിക്കാർ നഷ്ടത്തിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം പോയിട്ട് മോഹനേട്ടന് ശമ്പളം കിട്ടിയിട്ടില്ല. കിട്ടും. പക്ഷെ ഉത്തമ, മോഹനേട്ടൻ കാശ് കൊടുക്കാനുള്ള ഒരാളും അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവർക്കൊക്കെ കാശ് കിട്ടേണ്ട കാര്യം വന്നപ്പോ മോഹനേട്ടനെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ആരാ അല്ലാത്തത്? മാധവ് ഇങ്ങോട്ട് കാശ് വെച്ച് ഇങ്ങോട്ട് വന്നു. ഉൽപ്രാഷേട്ടൻ കൃത്യം 5-ാം തീയതി ആയപ്പോഴേക്കും വാടക പിരിക്കാൻ ആളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു. പാലിന്റെയും പത്രത്തിന്റെ കാശ് ഇന്ന് തന്നെ കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞ കൊടുക്കാൻ കാശില്ലാത്തോണ്ട് മോഹനേട്ടൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പിന്നെ കൊടുക്കാനുള്ള പൈസ പിന്നെ തരാമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരെയും കാണാൻ നേരത്തെ മുറിക്കാത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ. സുമാൻ സാറിനോട് ഞാൻ നാളെ അങ്ങോട്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ സാറിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ? ആളുകൾ മുഴുവൻ ഗതികെട്ട അവസ്ഥയിലാണ്. ഉത്തമ, സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കൈ കാശില്ലാത്തവനെ ആളുകൾക്ക് പുല്ലു വിലയാ. സർക്കാർ ഉദ്യോഗത്തിന് പോവാത്തത് നന്നായി. ഇല്ലെങ്കിൽ കാശിന് വേണ്ടി ട്രഷറിയിലും ബാങ്കിലും ഒക്കെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു.
കഷ്ടം. നിൽക്ക്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കരുത് എന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കളിയാക്കിയതല്ലോ, കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. മോഹനേട്ടന് ഒരു വിശ്വാസം വെച്ച് നാട്ടുകാർക്ക് മുഴുവനും മോഹനേട്ടനെ ബഹുമാനമാണ്, ആരാധനയാണ് അല്ലേ? പക്ഷെ പൈസയുടെ കാര്യം വന്നപ്പോ പാൽക്കാരി ദേവകി ചേച്ചി മുതൽ പലചരക്കട നടത്തുന്ന മാധവൻകുട്ടി വരെ കാണിച്ചത് മോനോട്ടം കണ്ടല്ലോ. ഇത്രയും നാള് മാധവൻകുട്ടി കൃത്യമായിട്ട് കാശ് കൊടുത്തിട്ടും ഇത്തവണ 2 ദിവസം കാശ് വൈകിപ്പോഴേക്കും മാധവൻകുട്ടി നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അപ്പോ മാധവൻകുട്ടിക്ക് പൈസക്ക് അത്യാവശ്യം കാണും. ഉൽപ്രാഷ് ചേട്ടനോ? അങ്ങേരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ 4000 രൂപ വാടക കൊണ്ട് വേണ്ട അദ്ദേഹത്തിന് ജീവിക്കാൻ. എന്നാല് തീയതി നോക്കി കൃത്യമായിട്ട് ആളെ കൊണ്ട് പറഞ്ഞു വിട്ടേക്കുന്ന കണ്ടോ? പ്രകാശം വരുമ്പോ എന്ത് പറയും? മാധവൻകുട്ടി ഒന്ന് പറഞ്ഞ എന്നെ പറയണം. എന്ന് വെച്ചാ ഞാനിവിടെ ഇല്ല എന്ന് നീ പറയണം. ഉണ്ടെന്ന് പ്രകാശൻ അറിഞ്ഞാലോ? ഞാൻ സ്ഥലത്തില്ല എന്ന് നീ ഉൽപ്പലാക്ഷ ചേട്ടനോട് ഫോണിൽ പറഞ്ഞല്ലോ. പ്രകാശം വരുമ്പോഴും നീ അത് തന്നെ പറഞ്ഞാൽ മതി. തിരുവനന്തപുരത്ത് പോയതാ, 2 ദിവസം കഴിഞ്ഞ അവരോട് പറഞ്ഞാൽ മതി. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ശമ്പളം കിട്ടുമല്ലോ. തിരുവനന്തപുരത്തിന് പോയ ആള് വില്ലേജ് ഓഫീസിലുണ്ട് എന്ന് ഉൽപ്പലാക്ഷ ചേട്ടൻ അറിയുമ്പോഴോ? മോഹനേട്ടാ, പൈസ കിട്ടിയില്ല, 2 ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതൊന്നും ശരിയാവില്ല. എന്ത് പകിട്ടങ്ങ് പുറമേ കാണിക്കുന്ന ഈ പകിട്ടൊന്നും നാട്ടുകാര് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും മോഹനേട്ടന് മനസ്സിലായല്ലോ. മോഹനേട്ടനോട് ഒരാൾക്കും പ്രത്യേകിച്ച് ഒരു സ്നേഹവും കടപ്പാടും ഇല്ല. ഇത്തരക്കാരെ അങ്ങോട്ട് സഹായിക്കാൻ പോകുന്ന മോഹനേട്ടനെ തല്ലേണ്ടത് പ്രകാശനായിരിക്കും. ഞാൻ ഇതുവഴി എവിടെയെങ്കിലും പോയെന്ന് പറയാം. അല്ല ഞാൻ എന്ത് നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് പ്രകാശ വിശേഷം? ഞാൻ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഓ, എനിക്ക് മനസ്സിലായി. ഉൽപ്രാഷേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോഹനേട്ടൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ ഉൽപ്രാഷേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തതാണ്. മോഹനേഷ് സാർ എവിടെ പോയി? കാശിക്ക് പോയി. അതായത് മോഹനേട്ടൻ രാവിലെ ട്രഷറി പോയിരിക്കുകയാണ്. അത് രാവിലെ ചെന്നാലേ മുന്നിൽ തന്നെ ക്യൂ നിൽക്കാൻ പറ്റുള്ളേ. മുന്നിൽ തന്നെ ക്യൂ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ന് ശമ്പളം കിട്ടില്ല. അപ്പൊ ഞാൻ നേരെ ട്രഷറിലോട്ട് ചെന്നാലോ വക്കീലേ? അല്ല, അത് വേണ്ട. അങ്ങനെ ഇപ്പൊ ട്രഷറി ചെന്നാലും മോഹനേട്ടനെ കാണാൻ പറ്റിയെന്ന് വരില്ല. അവിടെ ഭയങ്കര തിരക്കാണല്ലോ. സാറ് നേരെ ട്രഷറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ അതോ വില്ലേജ് ഓഫീസിലേക്ക് പോകും? അത് അല്ല, അത് ഓഫീസിലേക്കാണ് പോകുന്നെങ്കിലേ ഞാൻ അവിടെ പോയി കണ്ടോളാം. അല്ല, അത് ശരിയാവില്ല. മോഹനേട്ടൻ എത്ര മണിക്ക് ഓഫീസിൽ എത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രകാശ് വെറുതെ ഓഫീസിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല, പ്രകാശൻ ഒരു കാര്യം ചെയ്യ്. ഇന്ന് പോയിട്ട് നാളെ വേണ്ട, മറ്റന്നാൾ വന്നാ മതി. അതായിരിക്കും നല്ലത്. അയ്യോ, അത് നടക്കില്ല വക്കീലേ. ഉൽപ്പലാക്ഷൻ ചേട്ടൻ എന്നെ കൊല്ലും. മോനിഷ സാറിനെ കാണാതെ തിരിച്ചു വരണ്ടെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്രകാശ? ഇവിടെ ഇല്ലാത്ത ആളെ കാണുന്ന എങ്ങനെയാ? ഉൽപ്രാഷയുടെ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? എന്നാലൊരു കാര്യം ചെയ്യാൻ വക്കീലേ, ഞാൻ മോനിഷ സാറിനെ കണ്ടു എന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടനോട് പറയാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അതെ. മണ്ടൻ. ഇതാ, ഇത് 10,000 രൂപയുണ്ട്. മോനിഷ സാറിന് തരാൻ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഏൽപ്പിച്ചതാ. ഇതെന്തിനാ? മോനിഷ സാർ 6-7 മാസം മുമ്പ് ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ അളിയൻ സോമൻകുട്ടിക്ക് കടം കൊടുത്തതാ. സോമൻകുട്ടിയുടെ കെട്ടിയോളം ആശുപത്രി കിടന്നപ്പോ ഇന്ന് രാവിലെയാ സോമൻകുട്ടി ഇക്കാര്യം ഉൽപ്പലാക്ഷൻ ചേട്ടനോട് പറയുന്നത്. പറഞ്ഞ പാടെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞു, പണമില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ നട്ടം തിരിയുകയാണ്, കടം വാങ്ങിയ കാശ് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ തന്നെ ഈ പൈസ തന്ന് എന്നെ കൊണ്ട് വിട്ടതാ.
പ്രകാശ കാര്യമായിട്ടാണോ പറയണേ? പിന്നെ കളിയായിട്ടോ? അതെന്താ വക്കീലെ അങ്ങനെ ചോദിച്ചത്? അല്ല, മോഹനകൃഷ്ണൻ സാറിന് നേരിട്ട് കണ്ട് ഈ പൈസ സാറിന്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ എന്നെ വിട്ടത്. ഞാൻ അയ്യോ വേണ്ട, ഇവിടെ ഇല്ലല്ലോ. സാർ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞേക്കാം. വക്കീല് മാറ്റി പറയായിരുന്നു. ശരി ശരി. അപ്പൊ ശരി വക്കീലേ, ഞാൻ വരട്ടെ. മോനേട്ടാ, 10,000 രൂപ സോമൻകുട്ടിക്ക് മുൻപ് ഞാൻ കൊടുത്തത്. നീ കുറച്ചു എന്താ പറഞ്ഞത്? നാട്ടുകാർക്ക് എന്നോട് പുറമേ കാണുന്ന ബഹുമാനേ ഉള്ളൂ, ഒരാവശ്യം വരുമ്പോ അവർ കൈവളർത്തി കാണിക്കും. മോഹനകൃഷ്ണൻ സാറിന് ഈ നാട്ടിലൊരു വിലയുമില്ല, ഞാൻ ശമ്പളമില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുമൊക്കെ. ഇപ്പൊ എനിക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? പാലിന്, പത്രത്തിന്, പിന്നെ എന്തിനൊക്കെ നിനക്ക് പൈസ വേണ്ടത്? കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, മാധവൻകുട്ടിക്ക് 2180 രൂപ. ഇതൊക്കെ കഴിഞ്ഞാലും പിന്നെയും കാശ് ബാക്കി. വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വാടകയും കൊടുക്കും. മനസ്സിലായോ? എന്റെ മോഹനേട്ടനൊരു നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ ദൈവം നോക്കില്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി? ഇതിന്നൊരു 200 രൂപ എനിക്ക് തരൂ. പെട്രോൾ അടിക്കാനാ. സ്കൂട്ടർ ഒരു ഇത്തിരി പെട്രോളേ ഉള്ളൂ. നടക്കില്ല. ഇതിൽ നിന്ന് 10 പൈസ തരില്ല. 100 രൂപ തരും. അതുപോലെ മോഹനകൃഷ്ണൻ പണ്ടേ ഭാഗ്യവാനാണ്. വലിയ പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു അവസരം വീണ് കിട്ടും. കടക്കാരുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും തോൽവി സമ്മതിക്കേണ്ടി വരുന്ന നിമിഷത്തിലാണ് ഭാഗ്യം പ്രകാശന്റെ രൂപത്തിൽ അവതരിച്ചത്. നോട്ടില്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സാധാരണ മനുഷ്യർക്കും അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.